ലാ ഹയാ ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ ലജ്ജ പാടില്ല. അത് ചിലത് അറിയേണ്ടത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ചോദിച്ചത് കുഴപ്പമില്ല, മറുപടി പറയാനും കുഴപ്പമില്ല. അപ്പൊ ചോദ്യത്തിൽ പരാമർശിച്ചത് ഒന്ന് സ്വയംഭോഗം, അത് പുരുഷനും സ്ത്രീക്കും പാടില്ല. പിന്നെ പുരുഷനാണെങ്കിൽ സ്ത്രീയുടെ കൈ കൊണ്ട് പറ്റും, സ്ത്രീക്കാണെങ്കിൽ പുരുഷന്റെ കൈ കൊണ്ടും പറ്റും. ഇതല്ലാത്ത ഏത് രൂപവും പിന്നെ ഹറാമാണ്. ഇത് തന്നെ കറാഹത്താണ്. ഭർത്താവിന് ഭാര്യയുടെ കൈ കൊണ്ട് ഭർത്താവിന് സ്വയംഭോഗം ചെയ്തു കൊടുക്കലും ഭർത്താവിന്റെ കൈ കൊണ്ട് ഭാര്യയ്ക്ക് സ്വയംഭോഗം ചെയ്തു കൊടുക്കലും കറാഹത്താണ്. ഇതല്ലാത്ത രൂപത്തിൽ ഏത് സ്വയംഭോഗവും ഹറാമാണ്. അതാണ് ഇസ്ലാമിന്റെ വിധി. അത് പാടില്ല. പിന്നെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചത് വീഡിയോ കോൾ മുഖേനയുള്ള ലൈംഗികതയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ മറ്റു ഇതര രാജ്യങ്ങളിലാണ്, മറ്റു നാടുകളിലാണ്, രണ്ട് സ്ഥലത്താണ്. അപ്പൊ അവർ തമ്മിൽ വീഡിയോ കോളിലൂടെ പരസ്പരം നഗ്നത പ്രദർശിപ്പിച്ച് ലൈംഗികത ആസ്വദിക്കുന്ന ആ ഒരു കാര്യത്തിന് വല്ല കുഴപ്പമുണ്ടോ എന്നാണ്. ആ നിലക്ക് കുഴപ്പമില്ല. അതായത് ഭാര്യയ്ക്ക് ഭർത്താവിന്റെ നഗ്നത കാണാം, ഭർത്താവിന് ഭാര്യയുടെ നഗ്നത കാണാം, കുഴപ്പമില്ല. അത് വീഡിയോ കോളിലൂടെ ആണെങ്കിലും കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെ തുടർന്ന്, അത് കുഴപ്പമില്ലെങ്കിലും അതിനെ തുടർന്ന് മറ്റു കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 2 കുഴപ്പങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇങ്ങനെ പരസ്പരം നഗ്നത കണ്ടാൽ, ഭാര്യയുടെ നഗ്നത കണ്ടാൽ ഭർത്താവിന് വികാരം ഉണ്ടാകും. ഭർത്താവിന്റെ നഗ്നത കണ്ടാൽ ഭാര്യയ്ക്കും വികാരം ഉണ്ടാകും. എങ്ങനെ ഈ വികാരം പൂർത്തീകരിക്കും? ഭാര്യ അടുത്തില്ല, ഭർത്താവും അടുത്തില്ല. പിന്നെ ഹറാമായ മറ്റു മാർഗങ്ങളെ സമീപിക്കേണ്ടി വരും. ഒന്നിരിക്കൽ അത് ഹറാമായ വ്യഭിചാരത്തിൽ എത്തിച്ചേരും, അല്ലെങ്കിൽ ഹറാമായ വ്യഭിചാരം പോലത്തെ മറ്റു തെറ്റുകളിൽ എത്തിച്ചേരും. ഏറ്റവും ചുരുങ്ങിയത് സ്വയംഭോഗത്തിലെങ്കിലും അത് എത്തിച്ചേരും, വികാരം ശമിപ്പിക്കാൻ വേണ്ടി. ഭർത്താവിന് ഭാര്യ സ്വയംഭോഗം ചെയ്തു കൊടുത്താൽ ഭാര്യയുടെ കൈകൊണ്ട് സ്വയംഭോഗം ചെയ്യലും ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കൈകൊണ്ട് സ്വയംഭോഗം ചെയ്യലാണ് ഹറാമില്ലാത്തതുള്ളൂ, കറാഹത്താണെങ്കിലും. പക്ഷെ ഇവിടെ ഭാര്യ അടുത്തില്ലാത്ത ഭർത്താവ് ഹറാമായ സ്വയംഭോഗത്തിൽ പെടും ചിലപ്പോ, അല്ലെങ്കിൽ ഭർത്താവ് അടുത്തില്ലാത്ത ഭാര്യ ഹറാമായ സ്വയംഭോഗത്തിൽ പെടും. അപ്പോ അതും പാടില്ലാത്തൊരു തെറ്റിലേക്ക് പിന്നീട് അത് എത്തിച്ചേരും. മറ്റൊരു പ്രശ്നം, നമ്മൾ വിചാരിക്കും ഈ വീഡിയോ കോളൊക്കെ നമ്മളും ഭർത്താവും മാത്രം കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാനും ഭാര്യയും മാത്രമേ കാണുന്നുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇതിന്റെ ആളുകളൊക്കെ ഇതിന്റെ വീഡിയോ വ്യക്തമായി ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. പല വിഷയങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്. വാട്സപ്പ് സന്ദേശങ്ങൾ ചോർന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് സന്ദേശങ്ങൾ, സോഷ്യൽ മീഡിയ രഹസ്യം ചോർത്തിയെടുത്തു, അവിടെ കേസുണ്ട്, ഇവിടെ കേസുണ്ട്. ഇതൊക്കെ നമ്മളറിയാത്ത പല സ്ഥലങ്ങളിലും ഇത് വിൽക്കപ്പെടുന്നുണ്ട്. അപ്പോ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ വലിയ വൻ വിപത്തിലേക്കും അപകടങ്ങളിലേക്കും എത്തിച്ചേരുന്ന കാര്യമാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയാം. അതായത് സ്വന്തം നിലയ്ക്ക് അത് തെറ്റല്ലെങ്കിലും ഹറാമല്ലെങ്കിലും പിന്നീട് ഹറാമിലേക്കും വലിയ അപകടങ്ങളിലേക്കും എത്തിച്ചേരുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കുകയാണ് വേണ്ടത്. ലാ ഹയാ ഫിദ്ദീൻ. മനിയ് പുറപ്പെടുവിക്കുക, ഇന്ദ്രിയം പുറപ്പെടുവിക്കുക, ഇസ്തിംനാഅ് എന്നാണ് അതിന് ഫിഖ്ഹിൽ സാങ്കേതികമായി പറയുന്ന പേര്. സ്വയംഭോഗം എന്ന് അതിന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കാണാം. സ്വന്തം പ്രവൃത്തി കൊണ്ട് മനിയ് പുറപ്പെടുവിക്കുന്നതിന്റെ വിധി ഹറാമാണ് എന്നാണ്. ഭാര്യയുടെ കൈകൊണ്ടോ ശരീരഭാഗങ്ങളെ കൊണ്ടോ ആണെങ്കിലേ അത് ഹലാലാവും. സ്വന്തം കൈകൊണ്ടോ മറ്റ് ഉപകരണങ്ങളുടെ മാർഗേണയോ മറ്റൊരാളുടെ ശരീരഭാഗം കൊണ്ടോ കൈകൊണ്ടോ ഒക്കെയാകുമ്പോൾ അത് ഹറാമാവുന്നു. ആകെ അനുവദനീയമായത് ഖുർആനിൽ പറഞ്ഞത് 2 മാർഗമാണ്. അത് നിലവിൽ ഇന്ന് ഒന്നേയുള്ളൂ. ഏത്? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. ഖുർആൻ ഒരു സംശയത്തിനും വഴിയില്ലാതെ വെട്ടി തുറന്ന ഖുർആൻ പറയുന്നത് എങ്ങനെയാണോ? വല്ലദീനഹും
ലിഫുറൂജിഹിം ഹാഫിദൂൻ, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരുമാണ് ആ സത്യവിശ്വാസികൾ. ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല അലാ അസ്വാജിഹിം, അവരുടെ ഇണകളുമായിട്ട് ഒഴിച്ച്. ഇണകളെ തൊട്ട് ഗുഹ്യസ്ഥാനം സൂക്ഷിക്കേണ്ടതില്ല. അഥവാ ഭാര്യയെ തൊട്ടിട്ട് ഭർത്താവോ ഭർത്താവിനെ തൊട്ട് ഭാര്യയോ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കേണ്ടതില്ല. ഗുഹ്യസ്ഥാനം പരസ്പരം ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടത് ഭാര്യയും ഭർത്താവും തമ്മിലാണ്. രണ്ടാമത് പറയുന്നത് ഔ മാ മലക്കത്ത് ഐമാനുഹും, നിയമപരമായി അടിമ സമ്പ്രദായം നിലവിലുണ്ടായിരുന്ന സമയത്ത് തന്റെ അടിമ സ്ത്രീയുമായി കൊണ്ടും ലൈംഗികമായ ബന്ധപ്പെടാം. ആ അടിമ സ്ത്രീക്ക് അവളുടെ യജമാനനുമായും ബന്ധപ്പെടാം. ഇത് രണ്ട്, വിവാഹം ചെയ്ത ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലും വില കൊടുത്തു വാങ്ങിയ നിയമപരമായ അടിമയും ഉടമയും തമ്മിലും മാത്രമേ ലൈംഗികമായ പ്രവർത്തനങ്ങൾ അനുവദിക്കപ്പെടുകയുള്ളൂ. സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരും അടിമ ഉടമയും അല്ലാതെ ലൈംഗികമായ പ്രവർത്തനം ആരുദ്ദേശിച്ചോ ആരിടപെട്ടോ ഫഉലൈക ഹുമുൽ ആദൂൻ, അല്ലാഹുവിന്റെ നിയമത്തെ ലംഘിച്ചവരാണ് അവർ എന്ന് ഖുർആൻ. അതുകൊണ്ട് സ്വയംഭോഗം ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഭാര്യയല്ലാത്ത മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ടോ ഉള്ള ഈ സ്ഖലനമുണ്ടാക്കൽ, മനിയ് പുറപ്പെടുവിക്കൽ ഹറാമാകുന്നു. ഹറാമിന് പല കാറ്റഗറിയുണ്ട്. വ്യഭിചാരം, അതുപോലെ തന്നെ സ്വവർഗഭോഗം, അത് തന്നെ പിന്ദ്വാരത്തിലുള്ള ഭോഗം. ഇതാണ് ഏറ്റവും കഠിനമായ കുറ്റം. അതിന്റെ താഴെയാണ് പറഞ്ഞ സ്വവർഗം തന്നെ മുഫാഹദത്ത് എന്ന് പറയും. അതായത് കാൽ തുടകൾക്കിടയിൽ ലൈംഗിക പ്രവർത്തനം നടത്തിക്കൊണ്ട് സുഖം അനുഭവിക്കുക. അത് വ്യഭിചാരത്തിന്റെ അതുപോലെ തന്നെ ബുധമൈഥുനത്തിന്റെ തൊട്ട് താഴെയുള്ള ഹറാമാണ്. അതിന്റെ താഴെയാണ് സ്വയംഭോഗം. ഒക്കെ ഹറാം തന്നെയാണ്. പക്ഷേ ഹറാമുകൾ വ്യത്യസ്ത അവസ്ഥയിലും ദർജയിലുള്ളതാണ് എന്ന് മാത്രം. ഏതായാലും അതൊക്കെ ഹറാമായ രീതി തന്നെയാണ്. അനുവദനീയമായ രീതി, ഹലാലായ രീതി ഭാര്യയുമായും ഭർത്താവുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിൽ ഹറാമായത്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഹറാമായത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഹൈളോ നിഫാസോ ഉള്ള സമയത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. രണ്ട്, ഭാര്യയുടെ പിന്തുവാരത്തിൽ ലൈംഗിക പ്രവർത്തനം നടത്തുക. ഇത് രണ്ടും ഹറാമാണ്. അല്ലാത്തതൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഹലാലാണ്.